അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ. അപ്പം ആദ്യം തന്നെ ഇന്നത്തെ ലൈവിൽ നടന്നൊരു ടാസ്ക്, പെൻസിൽ വട്ടം ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആദിലയെ അനു എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കാത്തത്. സത്യം പറഞ്ഞാൽ ഇവരെ ഫാമിലി പോയ സമയത്ത് ഇവർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലൂ, എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ വേറെ പുറത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, പക്ഷെ ആദിലെ ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതൊന്നും അവർ ചെയ്തില്ല. ഈ അനുവിൻ്റെ കൂടെ പോയിട്ടുള്ള അനുവിൻ്റെ റിലേറ്റീവ്സ് ആയിട്ട് പോയിട്ടുള്ള ആ ചേച്ചിയും അതുപോലെ തന്നെ അമ്മയും, ഇതൊന്ന് ജസ്റ്റ് നീ ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവുന്നത്. ബാക്കി എല്ലാവരും അവരവരുടെ ഫാമിലി പറയേണ്ട കാര്യങ്ങളൊക്കെ എന്തിനു പറയുന്നത്, അനീഷിൻ്റെ ബ്രദർ അനീഷിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇന്ന് കളിക്ക് ഷാനവാസുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് ഒരു ടാസ്ക് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ടീം എ ആണ് ജയിച്ചിട്ടുള്ളത്, ടീം ബി തോറ്റു. അപ്പം ടീം ബി തോക്കാൻ കാരണക്കാരി അനുമോളാന്ന് പറഞ്ഞിട്ട് ആദില, ആര്യൻ, ഷാനവാസ് ഇവരെല്ലാം കടന്നിട്ട് കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ആദില പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് മണ്ടിയാണ്, എല്ലാം അറിയാം എന്നാൽ ഒന്നും അറിയത്തില്ല, എല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ നടന്ന് എല്ലാ ടാസ്കും കുളമാക്കുന്ന അനുമോളാണ്, അതാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് സംഭവം അനുമോൾക്ക് ഈ ടാസ്ക് എങ്ങനെയാണെന്ന് ഐഡിയ കിട്ടിയിട്ടില്ല, അതൊരു കാര്യം ശരി തന്നെയാണ്. പക്ഷേ ഈ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞ ടാസ്കൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഡാൻസ് മാരത്തൺ ടാസ്കിനകത്ത് ഏറ്റവും കൂടുതൽ നല്ലതുപോലെ പെർഫോം ചെയ്തിട്ടുള്ള ആരാണ്? അനുമോളാണ്. അവിടെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് പുള്ളിക്കാരി എല്ലാ ആൾക്കാരെ ഹെൽപ്പും ചെയ്ത് അത്രയും ഇത് ചെയ്തിട്ടും ഈ പറയുന്നുള്ള ആദില ഈ അനുവിന് എത്ര കോയിനാണ് കൊടുത്തത്? വെറും 2 കോയിനാണ് കൊടുത്തത്, 2 കോയിൻ അല്ലേ. ഈ പറയുന്ന അനീഷ് പോലും അവിടെ 3 കോയിൻ കൊടുത്തു. അപ്പം എത്ര ടാസ്ക് നന്നായി കളിച്ചാലും ചെയ്താലും ഇവർ കോയിൻ കൊടുക്കത്തില്ല. പിന്നെ എന്തിനാണ് ഇവർ പറയുന്നത് ആ ടാസ്ക് കുളമാക്കിയത് അനുമോളാണെന്ന്? അപ്പം കൂടെ നിന്നിട്ട് എല്ലാ കട്ടപ്പയുടെ സ്വഭാവം കളിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതാണ് ഇപ്പൊ ആദില ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ നിന്നിട്ട് ഭയങ്കര മോട്ടിവേഷൻ. എന്നാൽ നല്ലോണം ചെയ്യുന്ന സമയത്ത് അതിനുള്ള പ്രചോദനം കൊടുക്കുമോ? അതുമില്ല. കൂടെ നിന്നിട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് പുറമേ നിന്ന് കുത്തുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഇപ്പം ഈ ആദില ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദില പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നോട് സംസാരിച്ചാൽ മാത്രം മതി, നീ പോകുന്ന വഴിക്ക് തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോണ്ടാണ് അത് പെൻസിൽ താഴെ വീഴാൻ കാരണമായത്. നിന്റെ അടുത്ത് റൈറ്റ് മാത്രം നോക്കാനല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാണ് ലെഫ്റ്റ് നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഈ കിടന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ നിന്ന് 2, 3, 4 പെൻസിലൊക്കെ താഴെ വീണ് പോയത്. അപ്പം നിനക്ക് ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടുണ്ടാണ്, അതുകൊണ്ടാണ് നീ മണ്ടത്തരം കളിക്കുകയാണ്, നീ മണ്ട കുത്തിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ആദില പഴിചാരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ പഴിചാരുന്ന ആള് ഈ കഴിഞ്ഞ ടാസ്കുകളിൽ ഏതെങ്കിലും ഒരു ടാസ്ക് നല്ലതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ഡാൻസ് മാരത്തൺ എന്ന് പറഞ്ഞൊരു ടാസ്കിനകത്ത് അവിടെ നമ്മൾ ഗ്രൂപ്പിസം കണ്ടതാണ്. ഈ ഷാനവാസും ആദിലയും അതുപോലെ ഇവരൊക്കെ അനീഷിന് ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഒരു വകയും ചെയ്യാത്ത ഈ ആദിലയ്ക്ക് ഈ ഷാനവാസും നൂറയും ഇവരെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ അത് കിട്ടണം, അനുവിന് കിട്ടണം. കാരണം അവരെ കൂടെ നടന്നിട്ട് ഈ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഇടയ്ക്ക് ഇവരെ ഇടയ്ക്ക് വീണിട്ട് അവരെ കൂടെ നിൽക്കുന്നതിനൊക്കെയാണ് ഇപ്പം പുള്ളിക്കാരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഇവരെ ഒരു ഗ്യാങ്ങിലോട്ട് ചെന്ന് കയറിയിട്ട് പോലും ഇവരെ സ്വഭാവങ്ങൾ അനുവിന് മനസ്സിലാവുന്നില്ല. അതാണ് പുള്ളിക്കാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇടേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. എന്തായാലും കൊള്ളാം. അപ്പം അവിടെ നിന്ന് ഷാനവാസും കുറ്റപ്പെടുത്തുന്നുണ്ട്, ആര്യനും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം ആര്യം പറയുവാണ്, നിങ്ങളെ ടീമിലെ ഒരാൾ മന്ദബുദ്ധിയായി കഴിഞ്ഞാൽ മതി ആ ടീം തോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നെവിനൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അനുവാണ് മന്ദബുദ്ധി, അപ്പോൾ അനുവാണ് മണ്ടകുത്തി എന്നൊക്കെ പറയുന്നുണ്ട്, അനുവാണ് നിങ്ങൾ ടീമിനെ തോപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. പിന്നെ അനുവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആര്യനൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ ഏഷ്യനെറ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ബോൾട്ട് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുണുമോളെ എവിക്റ്റ് ചെയ്യുക, കുണുമോളെ അത് ചെയ്യുക, ഇതുപോലെ കമ്പിമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ബോൾട്ട് കമൻറ്റ് കയറ്റി അടിച്ചേക്കുന്നു. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഒരാളെ ഡീഗ്രേഡിങ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, സത്യസന്ധ, കാരണം ഇത് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ ഞാൻ പറയും. എനിക്ക് അതിനകത്തൊരു പേടിയില്ല.
ഇതിനൊക്കെ ഒരു കാരണക്കാരൻ ഞാൻ പറയട്ടെ. ഈ അനുമോളെ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? ഒരു പരിധി വരെ ഇതിനൊക്കെ ഒരു കാരണക്കാരി അതാരാണ് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവരും കൂടെ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അവരെന്താണ് കാണിക്കുന്ന ആ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരെയൊക്കെ ഈ സ്റ്റോറികളും കാര്യങ്ങളും ഞാൻ ഈ അനുമോള പേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായി. കാരണം ഈ അനുമോളയൊക്കെ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ഈ അനുമോള ഗെയിം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നുവാണ്. അത്രയും ആത്മാർത്ഥതയോടുകൂടി. കാരണം വീഡിയോ ഇടുമ്പോഴും മറ്റുള്ളവരെ വായിരിക്കുന്ന കേട്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടുകൊണ്ട് പോകുന്നത്. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. എത്ര കമന്റ്സ് എൻ്റെ വീഡിയോയുടെ അടിയിൽ വരാറുണ്ടെന്നറിയോ? ഞാൻ PR ആണ്, അനുമോളെ PR എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ആത്മാർത്ഥതയോടെ നമ്മൾ പെർഫോം കണ്ട് അവിടെ നിൽക്കുന്ന ഒരാളെ ഗെയിം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ ഒഫീഷ്യൽ പേജിനകത്ത് തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, കുറേയൊക്കെ ഇവരെ ഒഫീഷ്യൽ പേജിനകത്തൂടെയാണ് ഈ ഡീഗ്രേഡിങ്ങിനുള്ള ഒരു വഴി ഇത് ചെയ്തു കൊടുക്കുന്നത്. സത്യം ഞാൻ പറയാം, ഇവരെ പേജ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഞാനത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പല പലർക്കും അത് ഫീൽ ചെയ്യും. ഇത് ഞാൻ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ തലയിൽ ഐക്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ അനുമോള ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യുന്ന അവരിടുന്ന സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീഗ്രേഡിങ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ അവർ ഡീഗ്രേഡിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? വീണ്ടും അവരെ തന്നെ അവർ ഡീഗ്രേഡിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അനുമോള് ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് വിഷമം തോന്നുവാണ്. ഇപ്പം തന്നെ ഞാൻ ഇത് തന്നെ ഉണ്ടല്ലേ, ഇപ്പം ഈ കമന്റ് ഇത് മൊത്തം ഫേക്ക് ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് കമന്റ് ആണ്. ഇത് ഇതെങ്ങനെ ചെയ്യിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബർമാർക്ക് പൈസ കൊടുക്കും. യൂട്യൂബർമാർക്ക് പൈസ കൊടുത്തിട്ട് അവർക്ക് അറിയാവുന്ന യൂട്യൂബർമാരെ കൊണ്ടിട്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടും, ലൈക്ക് കൂട്ടും, അതുപോലെ ബോൾട്ട് കമന്റ് ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ഓരോ കമ്പനിയുടെ പ്രോഡക്റ്റ് ഒക്കെ സപ്പോർട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതാണ് ഈ പരിപാടി. ലൈക്ക് ആയാലും കമന്റ് ആയാലും ആൾക്കാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനിയുടെ നമ്മൾ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ കാണുന്നതാണ്. അതിന്റെ അടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ലൈക്ക് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴാണ് അതിനകത്ത് നമ്മൾ കബളിക്കപ്പെടുന്നത്. അതുപോലാണ് ഈ സംഭവം. ബോൾട്ട് കമന്റ് ആണ്. ബോൾട്ട് കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജെന്യൂൻ ആയിട്ടുള്ള ഐഡിയ ആയിരിക്കത്തില്ല. ഏതെങ്കിലുമൊക്കെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ജെന്യൂൻ ആയിട്ട് ഉള്ള ഐഡിയ അല്ല. ഏതെങ്കിലുമൊക്കെ ഉള്ള ഫോട്ടോ വെച്ചിട്ട് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള പേരും ഫോട്ടോയും വെച്ചിട്ടുള്ള ഐഡിയാണ് ഫേക്ക് ഐഡിയകൾ. ബോൾട്ട് കമന്റ് അടിച്ചിറക്കി വിട്ടേക്കുന്നത്. ഇത് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ഒരു കണ്ടസ്റ്റൻസിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഇത് ഇത്രയും ആവുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? ഇവരെ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ഡിഗ്രേഡിങ് കൂടി വരുന്നത്. എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും ഇത് വളരെ മോശമാണ്. ഒരാളുടെ ലൈഫ് വെച്ചിട്ടൊക്കെ ഇത്രയും ഡിഗ്രേഡിങ് ഒക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചിട്ട്. കാരണം അവര് ഞാൻ പറഞ്ഞില്ല, ഇനി നിങ്ങളൊക്കെ എത്ര ഡിഗ്രേഡ് ചെയ്താലും ആരാണെങ്കിലും, ഇനി ഏത് കണ്ടസ്റ്റൻസിനെ ആയാലും എത്ര ഡിഗ്രേഡ് ചെയ്താലും നിങ്ങൾ അത് ഒരിടത്തും എത്താൻ പോകുന്നില്ല. കാരണം ജെനുവനായിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അവരാണ് വോട്ട് ചെയ്യുന്നത്, അവരാണ് ഓരോ കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ച് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്, തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഇതൊക്കെ ഇന്നത്തെ കാലത്തൊന്നും വിജയിക്കത്തില്ല. ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലമല്ല. ജനങ്ങൾക്ക് അതൊക്കെ ആ കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ ബോൾട്ട് കമന്റ്, ഫേക്ക് കമന്റ്സുകൾ അടിച്ചിറക്കി വിട്ടേക്കുവാണ്. പൈസ മേടിച്ചിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതിലൊന്നും ആരും വീഴത്തില്ല. നിങ്ങളൊക്കെ ഇത് ചെയ്യും തോറും ഉണ്ടല്ലോ, ആ ഒരു കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അതും കൂടെ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം